ലഞ്ച് ബ്രേക്കിന് കൈ കഴുകി തിരിച്ചു വരുമ്പോൾ അനു പതിവ് പോലെ കൊമേഴ്സ് ക്ലാസിന്റെ ജനലരികിൽ നിന്നു. അകത്ത് ഡെസ്കിൽ കൊട്ടി പാടുകയാണ് കുറേ പേർ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ പല ശബ്ദങ്ങളിൽ നിന്നും അവൾക്ക് വിഷ്ണുവിന്റെ ശബ്ദം വേർതിരിച്ച് കേൾക്കാൻ സാധിച്ചു. ലോങ് ബെല്ലടിച്ച് ക്ലാസ്സിൽ പോകാൻ തുനിഞ്ഞ അനുവിന്റെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തൊടും. വിഷ്ണു പാടുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവർ പണ്ട് പങ്കുവെച്ച മനോഹര നിമിഷങ്ങളെല്ലാം അവൾ കൺമുന്നിൽ കണ്ടു. അവൾക്കും അവനും അന്ന് 10 വയസ്സ്. അനുവിൻ്റെ വീടിന് പുറകിലെ മാഞ്ചുവട്ടിൽ 2 പേരും ചമ്രം പണഞ്ഞിരിക്കുന്നു. അവളുടെ കയ്യിൽ ചിത്രഗീതങ്ങൾ. പുസ്തകം തരാം, പക്ഷെ നീ ആദ്യം എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. അവൻ സമ്മതിച്ചു. അവൾക്ക് വേണ്ടി അവൻ എന്തും സന്തോഷത്തോടെ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. അവൾ മറ്റൊരു കടലാസിലെഴുതിയ പാട്ടിൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം. പാതി പാടിയപ്പോഴാണ് ശ്യാമേട്ടൻ വന്ന് കയ്യിൽ നിന്ന് പുസ്തകം തട്ടിപ്പറിച്ചോടിയത്. അമ്മായിയുടെ മകൻ വെക്കേഷന് വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. വൈകാതെ പരാതി മുത്തശ്ശിയുടെ മുന്നിലെത്തി. നീ എന്തിനാ കുട്ടാ അവളുടെ പാട്ടുപുസ്തകം എടുത്തത്? അതവൾ വിഷ്ണുവിന് കൊടുക്കാൻ നോക്കിയിട്ട്. അവൾ അവന് വേണ്ടി വാങ്ങിയതാവും. ആ കുട്ടി നല്ലോണം പാടും. അവർ ഒരേ ക്ലാസ്സിലല്ലേ. വിഷ്ണുവിനെ മുത്തശ്ശി പുകഴ്ത്തിയത് കേട്ട് ശ്യാമിൻ്റെ മുഖം വാടി. ജനലരികിൽ മറഞ്ഞു നിന്ന വിഷ്ണുവിൻ്റെ മുഖം തെളിഞ്ഞു. വലുതാകുമ്പോൾ ഞാനല്ലേ അനുവിനെ കെട്ടാ? ഇപ്പോൾ അവർ കളിക്കുമ്പോൾ ആ വിഷ്ണുവാ അവളുടെ ഭർത്താവ്. അവളെ കെട്ടാൻ വലുതായാലും അവൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആ ചെക്കൻ കറുത്തിട്ടല്ലേ? നമ്മുടെ അനു വെളുത്തിട്ടല്ലേ? കറുത്തോർ എങ്ങനെയാ വെളുത്തോരെ കെട്ടാ? മുത്തശ്ശി പറയുന്നത് കേട്ട് കണ്ണു നിറച്ചോടിപ്പോകുന്ന വിഷ്ണുവിനെ അനു മാത്രമേ കണ്ടുള്ളൂ. അവൾക്ക് ആ പാട്ടുപുസ്തകം തിരികെ കിട്ടി. പക്ഷെ അത് കൊടുക്കാനുള്ള അവളുടെ ചങ്ങാതി നഷ്ടപ്പെട്ടു. അന്ന് മുതൽ ഇങ്ങോട്ട് അവൻ അവളോട് സംസാരിച്ചിട്ടില്ല. കുറച്ചുനാൾ അവൾ അവൻ്റെ പുറകെ നടന്ന് സ്വയം മുറിവേൽപ്പിച്ചു. പിന്നെ പതിയെ അവനിൽ നിന്നും പിൻവലിഞ്ഞു. 2 വർഷം മുമ്പ് മുത്തശ്ശി മരിച്ചു. പക്ഷേ അവരുടെ വാക്കുകളുടെ മുറിവ് പേറി വിഷ്ണു അനുവിൽ നിന്നും അകന്നു തന്നെ നടന്നു. എങ്കിലും അവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അവൾ ആ പഴയ കാലം ഓർക്കും. എന്താനു ഇന്ന് ക്ലാസ്സിലൊന്നും പോണ്ടേ? രമ്യ ടീച്ചർ തോളിൽ തട്ടിയപ്പോൾ അവൾ വേഗം ക്ലാസ്സിലേക്ക് നടന്നു. ഡാ, ആ അനു ഇന്ന് നിന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അതിനൊന്നുമില്ലേ? അവൾ അറിയാതെ നീ അവളെ നോക്കാറുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് വലിയ ആള് കളിക്കുക. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. മിക്ക ദിവസവും ആ അനു കണ്ണ് നിറച്ചാ പോകുന്നത്. നീ എന്താ അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മുരടനായി പോയേ? നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. വിഷ്ണു അനൂപിൻ്റെ വായടപ്പിച്ചു. വൈകിട്ട് അനൂപ് അനുവിനെ കാത്തു നിന്നു. അനു, ഒന്ന് നിന്നേ. എന്താ? നീയും വിഷ്ണുവും തമ്മിൽ എന്താ പ്രശ്നം? കൂട്ടുകാരനോട് ചോദിച്ചില്ലേ? അവൻ പറഞ്ഞ പിന്നെ നിന്റെ അടുത്ത് വരുമോ ഞാൻ? അവളൊന്നും മിണ്ടാതെ തല കുനിച്ച് നടന്നു. അനു, ആ വാക്കുകളിലെ കരുണയാണ് അവളെ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ മാജിക്കുകാരനൊന്നുമല്ല, പറഞ്ഞാലേ മനസ്സിലാകൂ. കുറേ കാലമായി നിങ്ങളുടെ 2ൻ്റെ ഒളിച്ചുകളി കാണുന്നു. പ്രശ്നം പറഞ്ഞാൽ പരിഹരിക്കാൻ ശ്രമിക്കാം. അത്ര പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞു. അനൂപ് അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ പറയാം. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവൻ ചോദിച്ചു. അത് നിനക്ക് തോന്നിയാൽ പോരല്ലോ, അവന് തോന്നണ്ടേ? അനു വേദനയോടെ ചിരിച്ചു. താൻ വിഷമിക്കാതെടോ, നമുക്ക് നോക്കാം. ഞാനീ പറഞ്ഞതൊന്നും അവനോട് ചോദിക്കരുത്. ഇപ്പോൾ ദൂരെ നിന്നും കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, എനിക്കത് മതി. പുറത്തേക്ക് പോകാൻ തുനിഞ്ഞ അനു തിരിഞ്ഞു നിന്നു. അനൂപ്, താങ്ക് യു. എന്തിന്? ഇതിപ്പോൾ നിന്നോട് പറഞ്ഞപ്പോൾ മനസ്സിന് നല്ല ലാഘവം തോന്നുന്നു. യു ആർ ആൾവേസ് വെൽക്കം. അനൂപ് പുഞ്ചിരിച്ചു. അനുവും അതിൽ പങ്കുചേർന്നു. അവളുടെ ചിരി കണ്ടപ്പോൾ വിഷ്ണുവിന് ദേഷ്യവും അസൂയയും തോന്നി. ഇത്ര മനോഹരമായ പുഞ്ചിരിയാണ് അവൻ മായ്ച്ചു കളയുന്നത്. അന്ന് വൈകിട്ട് അനുവിനെ വീട്ടിൽ വരവേറ്റത് മറ്റൊരു വാർത്തയാണ്. ഡിഗ്രിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ ശ്യാം വന്നു. അനുവിന് എന്തെന്നറിയാത്ത പരവേശം തോന്നി. കുറേ കാലമായി തമ്മിൽ കണ്ടിട്ടെങ്കിലും അനു ശ്യാമിനുള്ളതായെന്ന മുത്തശ്ശിയുടെ വാക്കുകൾ അവളെ അസ്വസ്ഥയാക്കി. മരണശേഷവും ചിലർ കൊടുത്ത വാക്കുകളും അവയേൽപ്പിച്ച മുറിവുകളും മാഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് അനു അസ്വസ്ഥയായി. ശ്യാം വന്നത് ഒരു വൈകുന്നേരമാണ്. അനു വരുമ്പോൾ സിറ്റ് ഔട്ടിൽ വലിയ 2 ട്രാവൽ ബാഗുകളുമായി ശ്യാം ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒരു ഫംഗ്ഷന് പോയതാ. അനു വീടിൻ്റെ താക്കോൽ ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പറഞ്ഞു. അറിയാം, ബട്ട് അവർ പറഞ്ഞു തന്ന സ്ഥലത്തൊന്നും വീടിൻ്റെ ചാവി കണ്ടില്ല. ഞാനാണ് പൂട്ടിയത്. എൻ്റെ സ്ഥലം ഇതാണ്. വീട് തുറന്ന് അവൾ അകത്ത് കയറി.
പുറകെ അവനും. ബാഗൊക്കെ ഗസ്റ്റ് റൂമിൽ വെച്ചോളൂ. ശ്യാം റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ അനുവിനെ കണ്ടില്ല. പതിയെ അവളുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. അയാൾ പതിയെ റൂമിൽ കയറി ചുറ്റും നോക്കി. ചിട്ടയായി അടുക്കി വെച്ചിരിക്കുന്ന മുറി, മേശപ്പുറത്ത് കുറേ ടെക്സ്റ്റ് ബുക്കുകൾ, ഷെൽഫിൽ കുറച്ച് നോവലുകളും അവൾക്ക് കിട്ടിയ ട്രോഫികളും, ബെഡിൽ ഒരു വലിയ ടെഡി ബിയർ. ബാത്റൂമിൽ വെള്ളത്തിൻ്റെ ശബ്ദം നിലച്ചപ്പോൾ അയാൾ വേഗം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ശ്യാമിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കുമ്പോഴാണ് അനു വന്നത്. വിശക്കുന്നുണ്ടോ? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. മാഗി കഴിക്കുമോ? തിരിച്ചു കടിക്കാത്ത എന്തും കഴിക്കും. അനു ഉണ്ടാക്കിയ മാഗി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും വന്നത്. അവർ വന്ന ഉടനെ അനു അവളുടെ റൂമിലേക്ക് വലിഞ്ഞു. ശ്യാമിന് കോളേജ് തുടങ്ങിയത് പിന്നെ 4 നാൾ കഴിഞ്ഞിട്ടാണ്. നീ എന്തിനാ ഇത്ര നേരത്തെ പോകുന്നേ? ശ്യാം പോകുന്നത് ആ വഴിക്കല്ലേ? അവൻ ബൈക്കിൽ കൊണ്ടുപോകുമല്ലോ. അന്ന് ക്ലാസ്സിൽ പോകാനിറങ്ങിയ അനുവിനോട് അമ്മ പറഞ്ഞു. ശ്യാമിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. വേണ്ട, ഞാൻ രമ്യയുടെ കൂടെ പോയിക്കോളാം. അവൾ തിരിഞ്ഞു പോലും നോക്കാതെ പറഞ്ഞത് കേട്ട് ശ്യാമിൻ്റെ മുഖം മങ്ങി. ദിവസങ്ങൾ പോകുന്തോറും താനും അനുവുമായുള്ള അടുപ്പം കുറയുന്നതായാണ് ശ്യാമിന് തോന്നിയത്. അന്ന് വന്ന് സംസാരിച്ചത് കൂടാതെ അവർ തമ്മിലുള്ള സംസാരം വളരെ കുറവായിരുന്നു. ഒരു ദിവസം അനു സ്കൂൾ വിട്ട് വരുമ്പോൾ ശ്യാം വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനു അവനോട് പുഞ്ചിരിച്ചു നേരെ വീട്ടിലേക്ക് നടന്നു. അനു, അവൾ തിരിഞ്ഞു നോക്കി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് വീട്ടിൽ നിന്നും പറയാലോ. ഇത് പുറത്തു വെച്ച് പറയേണ്ട കാര്യമാണ്. പറയൂ. തനിക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ഇല്ല. വന്ന ദിവസം ഒഴികെ താൻ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. അതിൻ്റെ ആവശ്യം വന്നില്ല. നീ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് എന്ന് ആര് പറഞ്ഞു? അത് എൻ്റെ കാര്യത്തിൽ അവസാന തീരുമാനം എൻ്റേതാണ്. ഞാൻ അങ്ങനെ ഒരു കണ്ണിൽ ശ്യാമേട്ടനെ കണ്ടിട്ടില്ല. പിന്നെ വന്ന ദിവസം കുറച്ച് സംസാരിച്ചത് അന്ന് ഞാൻ ആതിഥേയയും ഇയാൾ അതിഥിയും ആയതുകൊണ്ടാണ്. അവസാന തീരുമാനം പോലെ പറഞ്ഞത് അനു പോകുന്നത് ശ്യാം നോക്കി നിന്നു. മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ വളർത്തിയ മോഹമാണ് അനു. അവൾക്കും അങ്ങനെ തന്നെ ആകും എന്നാണ് കരുതിയിരുന്നത്. ഇതിപ്പോ അവളെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇതിൻ്റെ അനന്തര നടപടിയായി ശ്യാം ആദ്യം ചെയ്തത് അനുവിന് മറ്റൊരു പ്രണയം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു സംശയ സാധ്യത പോലും അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൽ ശ്യാം സന്തുഷ്ടനായി. അച്ഛനോടും അമ്മയോടും അനുവിൻ്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രണയകാലം വിവാഹത്തിന് മുൻപ് കിട്ടില്ലെങ്കിലും അതൊരു മനോഹരമായ കാത്തിരിപ്പാണെന്ന് ശ്യാമിന് തോന്നി. 1 വർഷം കടന്നുപോയി. ഒരു ഞായറാഴ്ച സെൻറ്റ് ഓഫിന് ഉടുക്കാൻ ഒരു സാരി എടുക്കാൻ കടയിൽ പോകാൻ തുടങ്ങുകയായിരുന്നു അനു. ഞാൻ ടൗണിലേക്കാ, വാ കയറ്. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് അവൾക്ക് മറുത്തു പറയാൻ കാരണമൊന്നും കിട്ടിയില്ല. അവൾ ബൈക്കിൽ കയറി. ശ്യാമിൻ്റെ മുഖത്തെ ചിരി കണ്ട് അവൾക്ക് അരിശം വന്നു. അവളുടെ കെറുവിച്ച മുഖം കണ്ട് അവന് ചിരി വന്നു. നിന്നെ അങ്ങനെയൊന്നും ഞാൻ വിടില്ല മോളെ, ശ്യാം മനസ്സിൽ പറഞ്ഞു. ഇവിടെ ഇറക്കിയാൽ മതി. അവൾക്കൊപ്പം ഷോപ്പിലേക്ക് കയറാൻ തുടങ്ങിയ ശ്യാമിനെ അവൾ നോക്കി. ശ്യാമിന് എന്തോ ആവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി ഞാൻ പോയിക്കോളാം, വരണമെന്നില്ല. എനിക്കും ഇവിടെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. തന്നെ ഒഴിവാക്കുവാനുള്ള അവളുടെ ശ്രമം ശ്യാം വിദഗ്ധമായി ഒഴിവാക്കി. അവളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനാണ് ഈ വരവ് തന്നെ. സെയിൽസ് ഗേൾസ് വലിച്ചിട്ട സാരികളിലേക്ക് അവൾ ആശയക്കുഴപ്പത്തോടെ നോക്കി. ആദ്യമായി സാരി വാങ്ങാൻ വന്നതിൻ്റെ പരിഭ്രമം. ശ്യാം ഷെൽഫിലുള്ള ഒരു ഡാർക്ക് ബ്ലൂ സാരി എടുക്കാൻ പറഞ്ഞു. സ്വർണ്ണ നൂലുകൾ കൊണ്ട് മയിലുകളുള്ള മനോഹരമായ ഒരു ഫാൻസി സാരി. അത് അവൾക്കും ഇഷ്ടപ്പെട്ടു. ഇത് പാക്ക് ചെയ്തോളൂ. ശ്യാമും ഒരു ഷർട്ട് വാങ്ങി. ബില്ല് ഒന്നിച്ച് പേ ചെയ്തു. പൈസ അവന് മുൻപിൽ നീട്ടിയപ്പോൾ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നീ ആദ്യമായി ഉടുക്കുന്ന സാരിയുടെ സ്പോൺസർ ഞാനാവട്ടെ. തൻ്റെ പ്രവൃത്തികളൊന്നും ശ്യാമിൻ്റെ സ്നേഹത്തിന് വളമാകരുത് എന്ന് മനസ്സിലാഗ്രഹിച്ചു. എങ്കിലും ഇത് നിഷേധിക്കാൻ അനുവിനായില്ല. ചില വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ പാടാണെന്ന് ഏറ്റവും അറിയുന്നത് അവൾക്കാണല്ലോ. സെൻറ്റ് ഓഫ് ദിവസം എങ്ങനെയും വിഷ്ണുവിനോട് സംസാരിക്കണമെന്ന് അനു ഉറപ്പിച്ചിരുന്നു. വിഷ്ണുവിനെ ഒറ്റയ്ക്ക് ക്ലാസ് മുറിയിൽ എത്തിക്കാമെന്ന് അനൂപും വാക്കുകൊടുത്തു. അന്നത്തെ ദിവസം ഏറ്റവും ഭംഗിയായി അവൾ ഒരുങ്ങി. സാരി ഉടുത്ത് പുറത്തു വന്ന അവളെ ശ്യാം പരിസരം മറന്ന് നോക്കി നിന്നു. അനുവിൻ്റെ അച്ഛൻ ഒന്നാക്കി ചുമച്ചു. ശ്യാം ചമ്മലോടെ അയാളെ നോക്കി. നീ ഇന്ന് ശ്യാമിൻ്റെ കൂടെ ബൈക്കിൽ പോയിക്കോ. ബസ് കയറി അവിടെ എത്തുമ്പോൾ മോളുടെ സാരി കേടാകും. അച്ഛൻ പറഞ്ഞത് നിസ്സഹായതയോടെ അനുസരിക്കാനേ അനുവിന് കഴിഞ്ഞുള്ളൂ. ശ്യാമിൻ്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അനു നേരെ നോക്കിയത് വിഷ്ണുവിൻ്റെ മുഖത്താണ്. എല്ലാം തുലച്ചു എന്ന ഭാവത്തിൽ അനൂപ് അവൻ്റെ അരികിൽ നിന്നിരുന്നു.
അനു പതിയെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ അരികിലെത്തിയതും അവൻ തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. നീ എന്ത് പണിയാ കാണിച്ചത്? അനൂപ് അവളെ ശാസിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോൾ അച്ഛൻ പാര വെച്ചതാ. അവർക്ക് ഞാൻ ശ്യാമിൻ്റെ ബൈക്കിൽ പോയില്ലേലും വയറ് നിറയത്തിലത്രേ. അനുവിന് സങ്കടവും ദേഷ്യവും ഒന്നിച്ചു വന്നു. അവളുടെ ഭാവം കണ്ട് അനൂപ് പറഞ്ഞു, സാരമില്ല, ഇന്ന് വൈകുന്നേരം എല്ലാം പറഞ്ഞതുപോലെ. അത് കുളവാക്കരുത്. ഇന്ന് കഴിഞ്ഞാൽ ആരേത് ദിക്കിലാവൂ പറയാൻ പറ്റില്ല. അതിനു മുന്നേ നിങ്ങളുടെ പ്രശ്നം തീർക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, അവസ്ഥ പറഞ്ഞെന്നേ ഉള്ളൂ. നീ പൊയ്ക്കോ. സെൻഡ് ഓഫ് പരിപാടികളൊന്നും അനുവിന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവൾ മനസ്സിൽ വൈകുന്നേരം അവനെ കാണുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ കൂട്ടിയും കുറച്ചും ഇരുന്നു. വൈകുന്നേരം ഏറെ വൈകിയാണ് എല്ലാവരും പിരിഞ്ഞത്. ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങിയ വിഷ്ണുവിനെ അനൂപ് വിളിച്ചു. എടാ, എൻ്റെ വാച്ച് ക്ലാസ്സിൽ വെച്ച് മറന്നു. നീ പോയി എടുത്തിട്ട് വാ. നീ കൂടെ വാ. ഇനി ഇങ്ങനെ ഈ വരാന്തയിൽ ഒന്നിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. വിഷ്ണു അവനൊപ്പം നടന്നു. ക്ലാസ്സിലെത്തിയതും വിഷ്ണുവിനെ അകത്തേക്ക് തള്ളി അനൂപ് വാതിൽ പുറത്തുനിന്ന് അടച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അവന് 2 നിമിഷം വേണ്ടി വന്നു. ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ അനു ഇരിക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറക്കടാ. അനു പറയാതെ വാതിൽ തുറക്കില്ല. അനൂപ് ഉറപ്പിച്ച് പറഞ്ഞു. അനു, അവനോട് വാതിൽ തുറക്കാൻ പറ. 7 വർഷങ്ങൾക്ക് ശേഷമാണ് നീ എന്നോട് സംസാരിക്കുന്നത്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ അസ്വസ്ഥനാക്കി. അതിന് ഇത്ര വർഷങ്ങൾ എന്നോട് മിണ്ടാതിരുന്നതിന് ഒരു റീസൺ പറയാനുണ്ടോ നിനക്ക്? നിനക്ക് വിശദീകരണം തരേണ്ട ആവശ്യം എനിക്കില്ല. ശരി, എന്നാൽ എനിക്ക് പറയാനുള്ളത് കേൾക്കുകയെങ്കിലും വേണം. എനിക്ക് സൗകര്യപ്പെടില്ല. ഇപ്പോൾ വേറെ വഴിയില്ല നിനക്ക്. അത് സത്യമായിരുന്നു. അന്ന് മുത്തശ്ശി പറഞ്ഞ കാര്യത്തിൽ എന്നെ നീ പ്രതിയാക്കിയത് എന്തിനാ? അത്രയും കേട്ട് ഓടിപ്പോകുന്നതിന് പകരം ഒന്ന് നിന്നിരുന്നെങ്കിൽ ഞാൻ നിന്നെയെ കെട്ടു എന്ന് പറയുന്നത് കേൾക്കാമായിരുന്നു. ഇപ്പോഴും ഞാനത് പറയാനാണ് വന്നത്. മര്യാദയ്ക്ക് പഠിച്ച് ജോലി വാങ്ങി എന്നെ കെട്ടാൻ വന്നോ? ഞാൻ കാത്തിരിക്കും. അനൂപ്, വാതിൽ തുറക്ക്. അവൾ അവൻ്റെ പ്രതികരണത്തിന് കാക്കാതെ പുറത്തേക്ക് നടന്നു. ഒന്ന് നിന്നേ. എന്നെ കാത്തു നിന്നാൽ നീ മുതുക്കിയായി പോവത്തേ ഉള്ളൂ. ഇന്നൊരുത്തൻ നിന്നെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടു വന്നില്ലേ, അവനെ അങ്ങ് കെട്ടിക്കോ. അനുവിൻ്റെ സ്നേഹം അങ്ങേയറ്റം സന്തോഷിപ്പിച്ചുവെങ്കിലും വിഷ്ണു അപ്പോൾ അങ്ങനെയാണ് പ്രതികരിച്ചത്. ഉള്ളിൻ്റെ ഉള്ളിൽ അവളെ ജീവനാണെങ്കിലും എന്തോ ഒന്ന് അവളോട് അടുക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞു. അവൻ പറഞ്ഞത് കേൾക്കാത്ത ഭാവത്തിൽ അവൾ നടന്നു മറിഞ്ഞു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ശ്യാമിൻ്റെ പഠനം കഴിഞ്ഞ് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. അനുവിൻ്റെ ഡിഗ്രി പഠനവും പൂർത്തിയാവാറായി. വിഷ്ണു എഞ്ചിനീയറിംഗ് പഠിക്കാൻ നാടുവിട്ടു. അനുവിന് അനൂപുമായി മാത്രമായിരുന്നു കോണ്ടാക്റ്റ് ഉള്ളത്. വിഷ്ണുവിൻ്റെ വിശേഷങ്ങൾ അവൻ വഴിയായിരുന്നു അവൾ അറിഞ്ഞിരുന്നത്. ഒരു ദിവസം അനൂപ് അവളെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അതൊരു പതിവില്ലാത്ത കാര്യമായതുകൊണ്ട് അനു വൈകുന്നേരം ആകാൻ കാത്തിരുന്നു. കോളേജ് വിട്ടപ്പോൾ അനൂപ് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ അനു പുഞ്ചിരിച്ചു. എങ്കിലും ഇത്ര അത്യാവശ്യം എന്താണെന്ന സംഭ്രമം അതിലുണ്ടായിരുന്നു. അനു അത് മറയ്ക്കാൻ വൃഥാ ശ്രമിച്ചു. എന്തുപറ്റി? കാണാനൊക്കെ തോന്നാൻ? ഇവിടെ ഇരിക്കാം. അനൂപ് അടുത്തുള്ള മരത്തിന് കീഴെ ബെഞ്ച് ചൂണ്ടി ചോദിച്ചു. ഇരുവരും ഇരുന്ന ശേഷമാണ് അനൂപ് തുടങ്ങിയത്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. നീ ഇത് കേട്ട് എടുത്ത ചാടിയൊന്നും ചെയ്യരുത്. നീ കാര്യം പറ, എന്നെ കൂടെ ടെൻസ്ഡാക്കാതെ. വിഷ്ണുവിന് അവൻ്റെ കോളേജിലൊരു പെൺകുട്ടിയോട് പ്രണയം. അവളുടെ മുഖത്ത് നോക്കാതെയാണ് അവനത് പറഞ്ഞത്. മറുപടി കേൾക്കാതെ ആയപ്പോൾ അവൻ അവളെ നോക്കി. നിലത്തേതോ ബിന്ദുവിൽ കണ്ണു നട്ടിരിക്കുകയാണവൾ. അനു, അവൻ ആർദ്രമായി വിളിച്ചു. അവൾ തല ഉയർത്തി അവനെ നോക്കി. പിന്നെ പതിയെ പുഞ്ചിരിച്ചു. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാമോ? സ്കൂട്ടിയുടെ ചാവി അനൂപിന് കൊടുത്ത് അനു ചോദിച്ചു. അവന് പുറകിലിരിക്കുമ്പോൾ അവൾ ആശ്രയത്തിനെന്നോണം അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. വീട്ടിലെത്തുമ്പോൾ അവിടെ അതിഥികളുണ്ടായിരുന്നു. ശ്യാമിൻ്റെ അമ്മ ഓടി വന്ന് അവളുടെ കൈ പിടിച്ചു. വാ മോളെ, നിങ്ങളുടെ കല്യാണം അങ്ങ് ഉറപ്പിക്കാൻ വന്നതാ ഞങ്ങൾ. അവൾക്ക് പുറകിൽ നിന്ന് ശ്യാം കള്ളച്ചിരിയോടെ അവൾക്കരികിൽ വന്നു. അനുവിൻ്റെ മനസ്സിലുള്ള ദുഃഖം മുഴുവനും പുറത്തു വന്നത് കോപമായാണ്. ആരുടെ കല്യാണം? അവളുടെ ഭാവം കണ്ട് ശ്യാമിൻ്റെ അമ്മ തോളത്തു നിന്നും കൈയെടുത്തു. അല്ല മോളെ, നീയും ശ്യാമും തമ്മിലുള്ള... എന്നോട് ചോദിക്കാതെയോ? അനു, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? മുത്തശ്ശി ഉള്ളപ്പോഴേ പറഞ്ഞു വെച്ചതല്ലേ അതൊക്കെ? അച്ഛൻ അവരുടെ രക്ഷയ്ക്കായി എത്തി. എനിക്കറിവില്ലാത്ത പ്രായത്തിൽ നിങ്ങൾ പറഞ്ഞു വെച്ചതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇപ്പോൾ ഞാൻ പറയുന്നു എനിക്കിതിന് സമ്മതമല്ലെന്ന്. അതിനൊരു കാരണം വേണമല്ലോ. പിന്നെയും അച്ഛൻ തന്നെയാണ്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ഈ കാരണം മതിയോ?
ഒരടിയാണ് മറുപടിയായി കിട്ടിയത്. ശ്യാം ഇടയിൽ കയറിയില്ലായിരുന്നെങ്കിൽ അച്ഛൻ പിന്നെയും തല്ലുമായിരുന്നു എന്ന് തോന്നി അനുവിന്. ആദ്യമായാണ് അച്ഛൻ തല്ലുന്നത്. കവിളിനേക്കാൾ കൂടുതൽ അവളുടെ മനസ്സ് പുകഞ്ഞു. ആരാടി അവൻ? അച്ഛൻ കൊടുത്ത വാക്കിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് ആരാണെന്ന് എനിക്ക് ഇപ്പോഴറിയണം. ആ ചോദ്യത്തിൽ അനു പതറി. വിഷ്ണുവിൻ്റെ പേര് പറഞ്ഞ് അവൻ ഇക്കാര്യം നിഷേധിച്ചാൽ തനിക്ക് വേറെ വഴിയില്ല. ശ്യാമിൻ്റെ താലിക്ക് തല കുനിക്കേണ്ടി വരും. അനൂപ്, അവൾ ശബ്ദം പതറാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരിലും ഒരു ഞെട്ടൽ പ്രകടമായി. ശ്യാം അവളെ ചൂഴ്ന്നു നോക്കി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. കുറെ കള്ളം പറയണമെന്നില്ല. കള്ളാണെന്ന് ഇയാളാണോ തീരുമാനിക്കുന്നത്? ശ്യാമേട്ടനോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ ഈ ഒരു കാര്യം നടക്കില്ലെന്ന്. ശ്യാമിൻ്റെ മുഖം കുനിഞ്ഞു. എന്നിട്ടാണോ നീ എന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി ഇവിടെ നിൽക്കുന്നത് എന്തിനാ? വാ പോകാം. ഞങ്ങൾ ഇറങ്ങേട്ടാ. ഇനി നിങ്ങളുടെ മോളായി അവളുടെ പാടായി. ശ്യാമിൻ്റെ കൈപിടിച്ച് അമ്മ പുറത്തേക്ക് നടന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അനുവിൻ്റെ അച്ഛൻ അടുത്തുള്ള കസേരയിലിരുന്നു. അനു ആർക്കും മുഖം കൊടുക്കാതെ മുറിയിലേക്ക് നടന്നു. ഒരു വശത്ത് അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്ന കുറ്റബോധം, മറുവശത്ത് വിഷ്ണുവിനെ നഷ്ടപ്പെട്ട വേദന. ബെഡിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് അവൾ അറിയാതെ ഉറങ്ങി. കവിളിലാരോ തൊട്ടതിൻ്റെ നോവിലാണ് ഞെട്ടി എഴുന്നേറ്റത്. അച്ഛൻ കവിളിൽ നിന്ന് കൈ പിൻവലിച്ചു. വേദനയുണ്ടോ? നിഷേധാർത്ഥത്തിൽ തലയാട്ടുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന്, മോളത് മറന്നേക്ക്. ആ പയ്യൻ്റെ വീട്ടിൽ ഞാൻ സംസാരിക്കാം. അച്ഛാ, അത് ഇപ്പം ഞങ്ങൾ പഠിക്കല്ലേ. അത് കഴിഞ്ഞ് നിന്റെ അമ്മായിയുടെ നാക്കറിയാലോ നിനക്ക്. ഇതറിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അവർ എന്തൊക്കെ പറഞ്ഞു പരത്തും എന്നെനിക്കറിയില്ല. അതുകൊണ്ട് മോൾ അച്ഛൻ പറയുന്നത് കേൾക്കണം. ഞാൻ ആ അനൂപിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അവനോടും വീട്ടുകാരോടും ഞാൻ സംസാരിക്കാം. നാളെ ആവട്ടെ. ഇപ്പോൾ മോള് അത്താഴം കഴിക്കാൻ വാ. അവൾ അയാളെ അനുസരിച്ചു. പേരിനെന്തോ കഴിച്ച് അവൾ തിരിച്ചു വന്ന് കിടന്നു. അച്ഛനും അമ്മയും കിടക്കാൻ വേണ്ടി കാത്തുനിന്ന് അവൾ വേഗം അനൂപിന് ഫോൺ വിളിച്ചു. കാര്യങ്ങളെല്ലാം കേട്ട് അനൂപിന് 2 നിമിഷം വാക്കുകൾ നഷ്ടപ്പെട്ടു. ഇതൊരു ട്രാപ്പാണല്ലോ അനു. നമ്മൾ എങ്ങനെ ഇതിന് പുറത്തു കടക്കും? നീ എന്ത് വന്നാലും കല്യാണത്തിന് സമ്മതിക്കരുത്. ജോലി കിട്ടിയിട്ട് മതി എന്നോ മറ്റോ പറഞ്ഞൊഴിയണം. നീ ഉണ്ടാക്കുന്ന കുടുക്കൊക്കെ അഴിക്കുന്ന പണിയാണിപ്പോൾ എനിക്ക്, അല്ലേ? സോറി അനൂപ്, എനിക്ക് വേറെ വഴി അറിയാഞ്ഞിട്ടാണ്. അവളുടെ ശബ്ദത്തിലെ വേദന കേൾക്കുമ്പോൾ അവന് വല്ലായ്മ തോന്നി. ഞാൻ വെറുതെ പറഞ്ഞാടോ, നമുക്ക് ശരിയാക്കാം. വിഷ്ണുവിനെ അല്ലാതെ മറ്റൊരാളിനെ ആ സ്ഥാനത്ത് കാണാൻ പോലും കഴിയുന്നില്ല. അനൂപ് നിശബ്ദനായി ഫോൺ വെച്ചു. പിറ്റേന്ന് അനൂപിൻ്റെ വീട്ടിൽ പോയി വന്ന അച്ഛൻ്റെ വാക്കുകൾ അനു കാതോർത്തു. വലിയ തറവാട്ടുകാരാ. ആ വീടിൻ്റെ ചായ്പിൻ്റെ അത്രയേ ഉള്ളൂ നമ്മുടെ വീട്. പയ്യനും കൊള്ളാം, പക്ഷേ 3 കൊല്ലത്തെ സാവകാശം ചോദിച്ചു അവൻ. അനു ആശ്വാസത്തോടെ തിരികെ പോകാനൊരുങ്ങി. പക്ഷെ സുലുവിൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ശ്യാമിന് മോളെ കിട്ടാത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ അവൾ എന്തൊക്കെ അപവാദം പറയുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത മാസം തന്നെ നടത്താൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അനു തലക്കടിയേറ്റ പോലെ അവിടെ തറഞ്ഞു നിന്നു. അടുത്ത മാസമോ? നമുക്ക് ഇവളൊറ്റ മോളല്ലേ ഉള്ളൂ. അതൊരു മെനയിൽ നടത്തണ്ടേ? 1 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ ചൊല്ലി വരുന്ന നാണക്കേടിനേക്കാൾ വലുതല്ലല്ലോ ഒന്നും. അനുവിൻ്റെ തല കുനിഞ്ഞു. അവൾ പതിയെ റൂമിലേക്ക് പിൻവലിഞ്ഞു. ഉടനെ ഫോൺ അടിച്ചു. നോക്കുമ്പോൾ അനൂപ്. അവൾ ഫോണെടുത്തു. ഹലോ. അനൂപിൻ്റെ സ്വരം കേട്ടിട്ടും അവൾ നിശബ്ദയായിരുന്നു. അനു, ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ നോക്കി. പക്ഷെ എൻ്റെ വീട്ടുകാർ പോലും ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. സോറി അനൂപ്, ഇതിൽ ഞാൻ നിന്നെ വലിച്ചിഴക്കാൻ പാടില്ലായിരുന്നു. ഹേയ്, അത് കാര്യമാക്കണ്ട. നിനക്കിപ്പോൾ വേണ്ടത് കുറച്ച് സമയമല്ലേ? അതിനല്ലേ എൻ്റെ പേര് പറഞ്ഞത്. അത് നിനക്ക് കിട്ടും. സമയം നമുക്ക് ആകെയുള്ളത് 1 മാസം സമയമാണ്. അതുകൊണ്ട് എന്താവാനാ? എടി, 1 മാസം കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഞാൻ നിന്നെ കെട്ടുമെന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ സമയമല്ലേ? അനൂപ്, ഇത് കളി പറയാനുള്ള നേരമല്ല. ഞാൻ കളി പറഞ്ഞതല്ല. വിവാഹം ഒരു ലൈസൻസാണ്. പിന്നെ നിന്റെ വിഷ്ണുവിനെ ഓർക്കാനും കാക്കാനും നിനക്ക് ആരുടെ അനുവാദം വേണ്ടാലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ഈ കല്യാണം മുടങ്ങിയാൽ നിനക്കച്ഛൻ വേറെ കല്യാണം ആലോചിക്കും. ഈ കല്യാണം നടന്നാൽ നമ്മൾ പണ്ടത്തെ പോലെ നല്ല സുഹൃത്തുക്കളായി തുടരും. നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. അനൂപിൻ്റെ വാക്കുകൾ അനുവിന് താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു. കല്യാണം അടുക്കും തോറും അവളുടെ ആധി കൂടി വന്നു. കല്യാണം അടുത്തപ്പോഴേക്ക് പെണ്ണങ്ങില്ലാണ്ടായല്ലോ. ഇവളോട് വല്ലതും നല്ലോണം തിന്നാൻ പറ, അല്ലെങ്കിൽ ചെക്കനും പെണ്ണിനെ തിരിച്ചറിയില്ല. അയൽക്കാരിയായ കല്യാണിയമ്മ അവളെ കണ്ടിട്ട് അമ്മയോട് പറഞ്ഞു. നീ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ മോളെ. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? എന്തേലും പ്രശ്നമുണ്ടോ?
അമ്മ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എല്ലാം വേണ്ടെന്ന് വെച്ച് എവിടെയെങ്കിലും ഓടിപ്പോകാൻ അവളുടെ മനസ്സ് വെമ്പി. കല്യാണപ്പുടവ എടുത്തും സ്വർണം വാങ്ങിയതും എല്ലാം യാന്ത്രികമായിരുന്നു. വീട്ടിലിരിക്കുന്നത് അനുവിന് വല്ലാത്ത ശ്വാസമുട്ടലുണ്ടാക്കി. തൻ്റെ സന്തോഷത്തിനു വേണ്ടിയാണ് ഈ വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ താൻ അവരോടൊക്കെ ചെയ്യുന്നത് എന്ത് ചതിയാണ്? അത്യാവശ്യ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് അവൾ വെറുതെ പുറത്തിറങ്ങി. പിറ്റേന്ന് കല്യാണമാണ്. ടൗണിൽ എത്താറായപ്പോഴാണ് ശ്യാമിൻ്റെ ബൈക്ക് അവൾക്കരികിൽ വന്ന് നിന്നത്. വാ കയറ്. എനിക്ക് അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി. ഒരു ചായ കുടിക്കാൻ മാത്രം. അതോ എനിക്ക് തൻ്റെ മേൽ അത്ര സ്വാതന്ത്ര്യം പോലും ഇല്ലേ? തന്നെ സ്നേഹിച്ച ആളാണ് താൻ, മുറിവേൽപ്പിച്ച ആളാണ്. അവൾ അവൻ്റെ ബൈക്കിൽ കയറി. നഗരത്തിലെ പേര് കേട്ട ഒരു കൂൾ ബാറിൽ ശ്യാം വണ്ടി നിർത്തി. പകൽ സമയം ആയതുകൊണ്ട് തീരെ തിരക്കില്ലായിരുന്നു. മെനു നോക്കി ശ്യാം എന്തോ ഓർഡർ ചെയ്തു. അനുവും അത് തന്നെ മതിയെന്ന് പറഞ്ഞു. ശ്യാം അവളെ കണ്ണെടുക്കാതെ നോക്കി. 1 മാസം മുമ്പ് കണ്ട അനുവിൻ്റെ നിഴൽ മാത്രമാണ് മുന്നിലിരിക്കുന്നതെന്ന് അവന് തോന്നി. മുന്നിലിരിക്കുന്ന തന്നെ അവൾ കാണുന്നില്ലേ? അവൾ മറ്റേതോ ലോകത്താണെന്ന് കണ്ണുകൾ വിളിച്ചു പറയുന്നു. അനു. അവൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ടെന്ന പോലെ ശ്യാമിനെ നോക്കി. എന്താ നിന്റെ പ്രശ്നം? ഇന്നലെ വീട്ടിൽ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. നീ പറഞ്ഞ ആളുമായുള്ള നിന്റെ വിവാഹമാണ് നാളെ. പക്ഷെ നിന്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഒരു കണിക പോലുമില്ല. ശ്യാമേട്ടന് തോന്നുന്നതാ, അവൾ പെട്ടെന്ന് പറഞ്ഞു. അവളുടെ മുഖത്തെ പരിഭ്രമം ശ്യാമിന് വ്യക്തമായി വായിക്കാൻ കഴിഞ്ഞു. ഞാൻ നിനക്ക് അന്യനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റേതാകുമെന്ന് കരുതി നിന്നെ സ്നേഹിച്ച ആളാണ് ഞാൻ. നിനക്ക് വരുന്ന ഓരോ മാറ്റവും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോഴത്തെ നിന്റെ ഭാവം പ്രണയം നേടിയവളുടേതല്ല, എന്തോ നഷ്ടപ്പെട്ടവളുടെയാണ്. അവൾ ശ്യാമിൻ്റെ ചോദ്യങ്ങളെ നേരിടാനാവാതെ തല കുനിച്ചിരുന്നു. ആർക്കു വേണ്ടിയാനു ഇതൊക്കെ? സന്തോഷം അഭിനയിക്കാൻ പോലും വയ്യാത്ത പോലെ നീ ജീവിതത്തിൽ തോറ്റുപോയോ? അവൾ പതിയെ മുഖം ഉയർത്തി. ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി തന്നെ. പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി. നാളെ നമ്മുടെ വിവാഹമാണ് നടക്കുന്നതെങ്കിലോ? ജീവിതം മുഴുവൻ നിന്നെ സ്നേഹിക്കാൻ കഴിയാതെ ഞാനും എന്നെ വെറുക്കാൻ കഴിയാതെ നീയും ജീവിച്ചു തീർക്കേണ്ടി വരും. വാക്ക് കൊടുത്തു പോയെന്ന കാരണത്താൽ മാത്രം മകളുടെ സന്തോഷങ്ങൾ ഇല്ലാതെയാക്കിയ ദുഃഖം പേറി ജീവിക്കും എൻ്റെ അച്ഛനും അമ്മയും. അതൊന്നും ഇപ്പോൾ വേണ്ടല്ലോ. ഞാൻ തോൽക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമേട്ടാ. അവൾ ശ്രമപ്പെട്ട് പുഞ്ചിരിച്ചു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും എൻ്റെ ഒരേ ഒരു ചോദ്യത്തിന് നീ ഉത്തരം പറയണം. നീ അനൂപിനെ പ്രണയിക്കുന്നുണ്ടോ? അവൾ ശ്യാമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പിന്നെ എന്തിനാണ് ഈ നാടകം? ശ്യാമേട്ടൻ ആവശ്യപ്പെട്ട ഒരു മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. അവൾ ഹാൻഡ് ബാഗ് എടുത്ത് പോകാൻ തുനിഞ്ഞു. എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, മാപ്പ്. നടന്നകലുന്ന അനുവിനെ നോക്കി ശ്യാം അവിടെ തന്നെ ഇരുന്നു. പിറ്റേന്ന് ബ്യൂട്ടീഷ്യൻ വന്ന് അനുവിനെ അണിയിച്ചൊരുക്കി. കണ്ണാടിക്ക് മുൻപിൽ നിർത്തി. തനിക്ക് പരിചയമില്ലാത്ത ആരെയോ നോക്കുന്നത് പോലെ അവൾ തൻ്റെ പ്രതിബിംബത്തെ നോക്കി നിന്നു. ചെക്കനും കൂട്ടരും വന്നു. ആരോ പറയുന്നത് കേട്ട് അവളുടെ പെരുവിരലിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ആരൊക്കെയോ ചേർന്ന് അവളെ വേദിയിലേക്ക് കൊണ്ടുപോയിരുത്തി. അരികിലിരിക്കുന്ന അനൂപിൻ്റെ കൂസലില്ലായ്മ അവളെ അമ്പരപ്പിച്ചു. ചുറ്റും നടക്കുന്നത് ഒരു നാടകമാണെന്നും താൻ വെറും കാഴ്ചക്കാരിയാണെന്നും തോന്നി അവൾക്ക്. അനൂപിൻ്റെ കയ്യിൽ പൂജാരി താലി കൊടുത്തു. അവൾ സദസ്സിനെ നോക്കി കണ്ണുകൾ ചിമ്മി കൈകൂപ്പി. താലിച്ചരട് മുറുക്കുന്ന കൈകളുടെ ചൂട് മാത്രമേ അവൾക്കപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ. ചുറ്റും ആദ്യം പിറുപിറുക്കലുകളുടെയും പിന്നെ ആക്രോശങ്ങളുടെയും ശബ്ദം കേട്ട് അനു കണ്ണു തുറന്നു. സദസ്സിലെ എല്ലാവരും എഴുന്നേറ്റ് നിന്നിരിക്കുകയാണ്. ആരോ കൈ ചേർത്ത് പിടിച്ചു. വലതുവശത്ത് അനൂപിന് പകരം നിൽക്കുന്നത് വിഷ്ണുവാണ്. താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് അനു ഒരു വേള സംശയിച്ചു. വിഷ്ണു അവളുടെ കൈകൾ നുള്ളി. സ്വപ്നമല്ല. അവൻ പുഞ്ചിരിച്ചു. ആദ്യം വന്ന് വിഷ്ണുവിൻ്റെ കോളറിൽ പിടിച്ചത് അച്ഛനാണ്. ശ്യാം അയാളെ പിടിച്ചു മാറ്റി. നിങ്ങളുടെ മകൾ ആഗ്രഹിച്ച ജീവിതം അതാണ്. അനു അച്ഛൻ്റെ കാൽക്കലിരുന്നു. അയാളുടെ കാലിൽ അവളുടെ കണ്ണുനീർ വീണു. അയാൾ അവളുടെ കൈകളിൽ നിന്ന് കാൽ സ്വതന്ത്രമാക്കി തിരിഞ്ഞു നടന്നു. അനു അവിടെ ഇരുന്ന് മുഖം പൊത്തിയേങ്ങി. സാരമില്ലടോ, നിന്റെ അച്ഛനല്ലേ, കുറച്ച് സമയം വേണ്ടിവരും, എങ്കിലും ക്ഷമിക്കും. വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു. അനൂപ് തിരിഞ്ഞു നോക്കാതെ പന്തലിൽ നിന്ന് ഇറങ്ങി നടന്നു. എത്ര കാലത്തെ തൻ്റെ സ്വപ്നമായിരുന്നു അനു. വിഷ്ണുവിനു വേണ്ടി അവളോട് ആദ്യമായി സംസാരിക്കാൻ പോയ അന്ന് തൻ്റെ മനസ്സിൽ പതിഞ്ഞ മുഖം. പ്രായത്തിൻ്റെ ചാബല്യമെന്ന് പറഞ്ഞ് എത്ര മാറ്റിവെക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ ചിത്രത്തിന് തെളിമ കൂടിയതേയുള്ളൂ. വിഷ്ണുവിൻ്റെ പേരിൽ അവൾ ഉരുകി ജീവിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാണ് അവനൊരു പ്രണയം ഉണ്ടെന്ന് കള്ളം പറഞ്ഞത്. അതറിയുമ്പോഴെങ്കിലും അവളുടെ മനസ്സ് മറ്റൊരാളെ സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് കരുതി. എന്തൊരു മണ്ടനാണ് താൻ.
10 വർഷം അവളെ അവഗണിച്ചിട്ടും അവൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടും അവളിൽ നിലനിന്ന പ്രണയം അങ്ങനെ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കാൻ വിഷ്ണുവിനെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ പോലും കഴിയുന്നില്ല. അവൾ ഫോണിൽ കരഞ്ഞു പറഞ്ഞതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് ചിന്തിച്ചു. മനസ്സിൻ്റെ തുലാസിൽ വെച്ച് അളന്നു നോക്കി. അവളെ സ്വന്തമാക്കണോ വിട്ടുകൊടുക്കണോ എന്ന്. അവളെ ജീവിതകാലം മുഴുവനും വേദനിപ്പിച്ച ഒരാൾക്ക് നൽകി പരീക്ഷിക്കേണ്ടെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇന്നലെയാണ് ശ്യാം വിളിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അയാളോട് സംസാരിച്ചപ്പോൾ മനസ്സിന് പിന്നെയും ചാഞ്ചാട്ടം. അങ്ങനെയാണ് ഇന്നലെ വിഷ്ണുവിന് ഒരവസരം കൂടി നൽകാൻ തീരുമാനിച്ചത്. അവനെ വിളിച്ച് നാളെ അനുവിൻ്റെ കല്യാണമാണെന്ന് മാത്രം പറഞ്ഞു. അവൾ ഇപ്പോഴും നിന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും. എല്ലാ വാശികളും മാറ്റിവെച്ച് അവൻ വരിക തന്നെ ചെയ്തു. അവർക്ക് മംഗളം ഭവിക്കട്ടെ. അനൂപ് നടന്നു, മനസ്സിൽ അനുവിൻ്റെ അവസാന ചിത്രം വ്യക്തമായി പതിപ്പിച്ചുകൊണ്ട്. സർവാഭരണ വിഭൂഷിതയായി തൻ്റെ താലിക്ക് തലകുനിക്കുന്ന അനു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.